പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സർവത്തിൻ്റെയും നാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് അവിടുത്തെ സ്നേഹക്കതിരിനാൽ നിറയ്ക്കണമേ. യേശുനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഈശോപ്പ, ഞങ്ങൾക്കൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും കർത്താവെ, ഞങ്ങൾക്ക് ഭൗതികമായ സകല അനുഗ്രഹങ്ങൾ തന്നതിനെയും ഓർത്ത് സ്തുതിക്കുന്നപ്പ. പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും സഹോദര കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും ഉപകാരികളെയും അയൽക്കാരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും കർത്താവിൻ്റെ കരുണയാൽ അവിടങ്ങളിൽ പരിപാലിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുനാഥ, ഞങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയും കാരുണ്യവും സ്നേഹവും എളിമയും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ അപ്പ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. നമുക്കൊരു വചനം വായിച്ച് ധ്യാനിച്ച് എന്നിട്ട് നമ്മുടെ സഹോദരങ്ങൾക്കായും മക്കൾക്കായും ജോലി ആവശ്യമുള്ള മക്കൾ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഇവരെ എല്ലാം ഈശോയുടെ കരങ്ങളിൽ ഈ കരുണയുടെ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്തു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നും 12-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഇതിൻ്റെ ഹെഡിങ് തന്നെ ദൈവപരിപാലനയിൽ ആശ്രയം എന്നാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായിട്ടാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. വീണ്ടും അവൻ ശിഷ്യരോട് അരുൾ ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആരിലാണ് ആശ്രയം വെക്കേണ്ടത്? നമ്മെ പരിപാലിക്കുന്ന കർത്താവായ ദൈവത്തോടാണ് നാം ഓരോരുത്തരും ആശ്രയം വെക്കേണ്ടത്. മനുഷ്യരിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നത്. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതെല്ലാം നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നടത്തി തരുന്നതാണ്. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. നാം വിളിച്ചപേക്ഷിക്കുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഈ കരുണയുടെ സമയം നമ്മളെ ഓരോരുത്തരെയും മനുഷ്യനിൽ ആശ്രയം വെക്കാതെ വണ്ണം ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് നമ്മെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നമ്മളിൽ ഈശോ വന്ന് വസിക്കുന്നതിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കാം. ജീവൻ നിലനിർത്തണമെങ്കിൽ ആഹാരം വേണം, ശരീരത്തിന് വസ്ത്രവും ആവശ്യമാണ്. നമ്മെ അറിയുന്ന കർത്താവിന് ഇത് നന്നായിട്ടറിയാം. ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തിനൊത്ത് ഓരോ ജനതയും എങ്ങനെ ആക്കണം, എങ്ങനെ ആവണം എന്ന് ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. അവയോ സൃഷ്ടിച്ച ദൈവം അവയെ പോറ്റുന്നില്ലേ? അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനായി കരുതുന്ന ദൈവമാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു സമയമുണ്ട് സഹോദരങ്ങളെ. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് കാലങ്ങളെക്കുറിച്ച്. നടാനൊരു കാലം, കൊയ്യാനൊരു കാലം, ഇങ്ങനെ ഓരോന്നിനും ഓരോ സമയത്തെക്കുറിച്ച് ദൈവം ഈ ബൈബിളിൽ കൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇതിൽ 29-ാമത്തെ വാക്ക് പറയുന്നു, എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും.
അപ്പോൾ നമ്മെ അറിയുന്ന കർത്താവിനെ നമ്മെ കൂടുതലായിട്ട് അറിയാം. നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്, എപ്പോഴാണ് ആവശ്യം എന്നുള്ളത്. പിന്നെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്കതുണ്ട് ഇതുണ്ടെന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെ ഒരു വല്ലാത്തൊരു വ്യഗ്രത മനുഷ്യരായ നമ്മളിൽ ഓരോരുത്തരിലും കടന്നു വരുന്നത് പതിവാണ്. പക്ഷെ ആ വ്യഗ്രതയ്ക്ക് നമ്മുടെ ഹൃദയത്തിന് സ്ഥാനം കൊടുക്കാതെ വണ്ണം നമ്മൾ ആ വ്യഗ്രത വരുന്ന സമയം നമ്മുടെ ഹൃദയം യേശുനാഥന് സമർപ്പിച്ചാലുണ്ടല്ലോ, നമുക്ക് ഇതിലോട്ട് ചിന്തയെ വരത്തില്ല. ആ സ്വർഗരാജ്യം എന്ന ആ ചിന്ത നമുക്ക് വരെയാണ്. നമ്മുടെ ധനം സ്വർഗത്തിൽ നിക്ഷേപിക്കണമെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന ധനം എന്നത് പറയുന്നത് എൻ്റെ ചിന്തയിൽ, എനിക്ക് ഈശോ തന്ന ആ ചിന്തയിൽ ഞാൻ ചിന്തിക്കുന്നത്, നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും ദൈവരാജ്യം നോക്കിക്കണ്ട് ജീവിക്കുകയും ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെയും എളിയവരെ സ്നേഹിച്ചും സഹായിച്ചും രോഗികളെ ശുശ്രൂഷിച്ചും ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരാണ്. അതേ നേരം നമ്മൾ ഈ നാട്ടിലെ ധനത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് നഷ്ടപ്പെട്ടവരായി മാറും. അത് ഉറപ്പാണ്. നമ്മൾ ദൈവരാജ്യം നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈ കരുണയുടെ സമയം ഈശോനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഈശോപ്പ, ഈ സമയം ജോലിയില്ലാതെ നിൽക്കുന്ന ഓരോ മക്കളെയും സഹോദരങ്ങളെയും അവിടുത്തെ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ് ജോലി ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന ആശങ്കയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ലോൺ എടുത്ത് പഠനം പൂർത്തിയാക്കി, എന്നാൽ ലോൺ തിരിച്ചടയ്ക്കാൻ ജോലിയൊന്നുമായില്ല. അങ്ങനെ വിഷമിച്ചും സങ്കടത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ജോലിക്കായി പോയി ജോലിയില്ലാതെ ഒളിവിൽ കഴിയുന്ന സഹോദരങ്ങളെ, മക്കളെ സമർപ്പിക്കുന്നു. നാഥാ, കർത്താവായ യേശുനാഥ, ഇങ്ങനെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും കരുണ തോന്നണമേ. അവർക്കായി നല്ല ജോലികൾ ലഭിക്കുവാനുള്ള വഴി തുറക്കണമേ പിതാവേ. ജോലിയില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളുടെയും മേൽ കരുണയായിരിക്കണമേ. വഴിയും സത്യവും ജീവനുമായ ഈശോനാഥ, ഇവർക്കായി അങ്ങ് തുറക്കുന്ന വാതിൽ മറ്റാരാലും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം അവിടുന്ന് കരുതണമേ നാഥ. ഓരോ മക്കളും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുവാനുള്ള കൃപയും നൽകി ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഈ എല്ലാ ആവശ്യങ്ങളും, ഈ പഠിക്കുന്ന മക്കളെയും പഠനം പൂർത്തിയാക്കിയ മക്കളെയും ജോലിക്കായി അപേക്ഷിക്കുന്ന മക്കളെയും എൻ്റെ ഈശോയുടെ പാദതാരിൽ സമർപ്പിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണമേ അപ്പ. ആമേൻ.